എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ രേവതിക്ക് നല്ല പനിയൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുമാണ് ഉള്ളത്. ഈ സമയത്താണെങ്കിലോ സച്ചി വീട്ടിലെത്തി. സച്ചി ആണെങ്കിൽ ചന്ദ്രമതി അങ്ങ് പേടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോ? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? എൻ്റെ ഭാര്യ അവിടെ പനിച്ച് വിറച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം വെട്ടിവിഴുങ്ങുകയാണല്ലേ? എന്തായാലും കൊള്ളാം, ഒരല്പം പോലും മനസാക്ഷി ഇല്ലാതെയായി പോയല്ലോ. അപ്പം ശ്രുതിയോടാണെങ്കിൽ പറയുന്നുണ്ട്, എടി ഇതുങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന ഒരുത്തി തന്നെയാണ് നീയും ഇത് തന്നെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും നീയും ഒരു പെണ്ണല്ലേ എന്നും പറഞ്ഞ് ശ്രുതിയോടും പറയാനുള്ള കാര്യങ്ങളൊക്കെ സച്ചി പറഞ്ഞു. അങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുന്ന നമ്മുടെ രേവതിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ടുപോയി സച്ചി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി അവളെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കുമൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കെ, നീ റെസ്റ്റ് എടുത്തോണം. ഇനി ആരുടെ ഒരു ജോലിയും ചെയ്യാൻ പോകണ്ടെന്നും പറഞ്ഞ് രേവതിയെ വിലക്കി അവൻ അവിടെ ഇരുത്തുകയാണ്. ഈ സമയമാണെങ്കിൽ സച്ചി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിൽ ചെന്നിട്ട് രേവതിക്ക് വേണ്ടിയിട്ട് ഒരു കഷായം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവൻ അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോഴത്തേക്കിനും, അല്ല ഇതിപ്പോൾ എങ്ങനെയാണ് കഷായം ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, കൂട്ടുകാരനെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുക. എടാ രേവതിക്ക് ഇന്ന പോലെ പനിയാണ്, അവൾക്ക് ശരീരത്തിനൊന്നും ഒരു സുഖവും ഇല്ല. ഒരു കാര്യം ചെയ്, നീ ആ കഷായം ഉണ്ടാക്കുന്ന രീതി എനിക്കൊന്ന് പറഞ്ഞതാ, ഞാൻ അവൾക്ക് ഇച്ചിരി കഷായം വെച്ച് കൊടുക്കട്ടെ. അപ്പം കൂട്ടുകാരനാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ സച്ചി കഷായമൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിൽ കഷായമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു നമ്മുടെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ തീരെയും വയ്യ. അങ്ങനെ ഒരുവിധം പുള്ളിക്കാരി എഴുന്നേറ്റിരുന്നു. ഈ കഷായം കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആശാട്ടിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. നേരെ പോയി ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്കിനും, അല്ല എന്താ നിനക്ക് പറ്റിയത്? അത് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കും കഷായം കഴിച്ചപ്പോഴത്തേക്കിനും പെട്ടെന്ന് എനിക്ക് ഛർദിൽ വന്നതെന്നും പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പോൾ, അയ്യോ ഞാനത് മറന്നേ പോയി, ഞാൻ ഇപ്പം തന്നെ ഭക്ഷണം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സച്ചി കിച്ചണിലേക്ക് പോയി. അപ്പം അവിടെ രേവതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ചന്ദ്രമതി കൊച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ രേവതിക്ക് വാരിയൊക്കെ കൊടുക്കുകയാണ് സച്ചി. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിയുടെ ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പം അവൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ചെറിയ പിണക്കവും കാര്യങ്ങളും ഒക്കെ മാറി അവർ അന്നത്തെ ദിവസം ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ തന്നെ നമ്മുടെ രേവതി രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കിച്ചണിലേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ചന്ദ്രമതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല അമ്മയ്ക്ക് ഇപ്പോൾ കോഫി വേണോ, അതോ ഞാൻ വിളക്ക് വെച്ചിട്ട് കോഫി തന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ഇതെന്തിനാ ഇപ്പോൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിക്കാൻ പോകുന്നത്? നിനക്കൊരു മര്യാദയൊന്നും ഇല്ലേടി പെങ്കൊച്ചെന്നും പറഞ്ഞ് അവൾ ശാസിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, അല്ല അതിനിപ്പോൾ എന്താ മര്യാദ കേട്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് വിളക്ക് വെക്കണം, അതെനിക്കറിയാം. എൻ്റെ അമ്മ ആ ശീലമൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടാണ് വിട്ടതെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് രേവതി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര മൊത്തത്തിൽ നമ്മുടെ രേവതി ഒന്നും ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇവളുടെ മുഖത്തൊക്കെ എന്താ ഒരു പ്രസരിപ്പ്, ഇവളുടെ ചിരിയൊക്കെ കണ്ടിട്ട് എന്തോ സംതിങ് റോങ് ആണ് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, ഹലോ അമ്മ ഇവിടെ അല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി. ഞാനിവിടെ തന്നെയാണ്. അല്ല എന്താണ് ഇന്നൊരു മട്ടും ഭാവവും ഒക്കെ മൊത്തത്തിലൊരു മാറ്റമാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ, അതൊന്നുമില്ല, അല്ല ഞാൻ പോയി വിളക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പം, വിളക്കൊന്നും നീ വെക്കണ്ട അമ്മ പറയാൻ പോകുന്നത് എന്താന്നൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ഞാൻ ഈ കുടുംബത്തെ ശാപമാണെന്നും ഞാൻ വിളക്ക് വെച്ചാൽ ഈ കുടുംബം ഗതി പിടിക്കില്ല എന്നൊക്കെ അല്ലേ, ഇതൊക്കെ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ പോയി വിളക്ക് വെക്കട്ടെ എന്ന് പറയുമ്പം, എന്താടി നിനക്കൊരു അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ നിന്റെ സംസാരത്തിൽ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിലെ വേലയൊക്കെ ചെയ്ത് നിൽക്കാമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടുന്ന് അങ്ങ് പോവേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ രേവതി ആണെങ്കിൽ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ വഴക്കിട്ടിട്ടു പുള്ളിക്കാരി ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുക. ഇവക്കിന്ന് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചു. അല്ല അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ല നീ രാവിലെ കോല ഇട്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കോലമൊക്കെ ഇട്ടു, പിന്നെ ഞാൻ പോയി വിളക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എടി നിനക്ക് എന്താ ഇത്ര ധൃതി? ഇവിടെ എൻ്റെ സുധിയുടെ ഭാര്യ എൻ്റെ ശ്രുതിമോളുണ്ട് ഇവിടെ,
അവൾ വിളക്ക് വെച്ചോളും, നീ ഇന്ന് വിളക്കൊന്നും വെക്കണ്ടെന്നും പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവളാണ് എഴുന്നേറ്റ് വന്ന് വിളക്ക് വെക്കുന്നതെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കിനും ഭഗവാന് തിരി തെളിയുള്ളൂ എന്ന് രേവതി ഇങ്ങനെ കളിയാക്കി പറയുക. അതെ, അത് നീ അങ്ങനെ അങ്ങ് വിചാരിച്ച് പറയൊന്നും വേണ്ട. എൻ്റെ ശ്രുതിമോള് വെളുപ്പിനെ എഴുന്നേറ്റ് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് കാണുമെന്നും പറഞ്ഞ് ചന്ദ്രമതി വലിയ കാര്യത്തിന് ഇങ്ങനെ പറയുക കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതിത എഴുന്നേറ്റ് ആ ഒരു ഉറക്കച്ചടവിൽ ബ്രഷൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കിനും ഇതാണോ കുളിച്ച് കുറിയും തൊട്ട് നിൽക്കുന്ന കൊച്ചെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ നാണിച്ച് നിൽക്കുകയാണ്. അല്ല മോളെ, നീ എന്താ ഇപ്പൊ താമസിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോയിട്ട് ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നമ്മേ ഒന്നും പറയണ്ട, കുറച്ച് സമയം കൂടെ കിടക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് എഴുന്നേറ്റ് വന്നതാണെന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതിയെ നോക്കി നമ്മുടെ രേവതി ഒന്ന് കളിയാക്കി ചിരിക്കുകയാണ്. ചന്ദ്രക്കാണെങ്കിൽ രേവതിയുടെ മുന്നിൽ കൊച്ചായി പോയല്ലോ, അതിൻ്റെ ചെറിയൊരു അപമാനമൊക്കെ ഉണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ ശ്രുതി മോളെ നീ വേഗം പോയി കുളിച്ചിട്ട് വാ, എൻ്റെ അമ്മേ വിളക്കൊന്നും വെക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് അവൾ പതുക്കെ കുളിക്കാൻ കയറുമ്പം അല്ല പൈപ്പിൽ വെള്ളം വരുന്നില്ലല്ലോ രേവതി, നീ മോട്ടർ ഓണാക്കെന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തോടു കൂടി പറയുമ്പം രേവതി പറഞ്ഞു മോട്ടറൊക്കെ ഓണാക്കാം, അതിനു മുന്നേ ഞാൻ പോയി വിളക്ക് വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ പോയി വിളക്ക് വെക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ നല്ല ഗംഭീര ഉറക്കം ഉറങ്ങുകയാണ്. അപ്പം സച്ചി ഉറക്കത്തിലൊരു സ്വപ്നമൊക്കെ കാണുക. രേവതി ആണെങ്കിൽ ഗർഭിണിയായിട്ട് ഇന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഈ സമയത്ത് സച്ചി ആണെങ്കിൽ നീ വിഷമിക്കേണ്ട രേവതി, ദേ ഞാൻ നിന്റെ പറ്റയിലില്ലേ, നീ സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കൂടെ ചേർത്ത് നിർത്തി അവൻ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിട്ടു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി ടെൻഷൻ അടിച്ച് പുറത്തിങ്ങനെ ഉലാത്തുകയാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ സ്വപ്നമാണ്. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഒരു നേഴ്സ് വന്നു 2 ട്വിൻസിനെ കൊണ്ടുവന്ന് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം അയ്യോ ഇത് രണ്ടും എൻ്റെതാണോ എന്ന് ചോദിച്ച് സച്ചി ഇങ്ങനെ നിൽക്കുക. എന്തേലും ആയിക്കോട്ടെ, ട്വിൻസ് എങ്കിൽ ട്വിൻസ് എന്നുള്ള രീതിയിൽ ഇവൻ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കിനും ദേ വീണ്ടും 2 സിസ്റ്റേഴ്സ് വന്നു. അവരുടെ കയ്യിലും ഈ 2 പിള്ളേരുണ്ട്. അപ്പം നോക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും ഈശ്വര എനിക്കിത് എത്ര മക്കളാണ്, എനിക്ക് ഇത്രയും പിള്ളേരൊന്നും വേണ്ടേ, എനിക്ക് വണ്ടിയുടെ ഡ്യൂ അടക്കാനുണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഒരു കിടക്കപ്പായയിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രവി അങ്ങ് റൂമിലേക്ക് വന്നു. രവി വരുമ്പോഴാണെങ്കിൽ അയ്യോ എൻ്റെ രേവതി ഇതേ 2 പിള്ളേരൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കൊച്ചു മതിയെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുക. ശരിക്കും പറഞ്ഞാൽ ആശാൻ ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നിട്ടേ ഇല്ല. രവി ആണെങ്കിൽ എടാ സച്ചി എന്നും പറഞ്ഞ് പതി അവനെ തട്ടി വിളിക്കുക. അപ്പം ഈ സമയം ഈ ബഹളമൊക്കെ കേട്ട് നമ്മുടെ രേവതിയും റൂമിലേക്ക് വന്നു. അവളാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ നാണമുണ്ട്. അച്ഛനടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയതാണേ, എന്നോട് ക്ഷമിക്കണേ, ഇനി മേല ഞാൻ ആവർത്തിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിക്ക് ചിരി വന്നു. എൻ്റെ പൊന്നു മോളെ, ഇവൻ എന്തൊക്കെയോ സ്വപ്നം കണ്ട് വിളിച്ചു പറയുക, നീ തന്നെ അവനെ തട്ടി ഉണർത്തെന്ന് പറയുമ്പം രേവതി പതിയെ പോയി തട്ടി വിളിച്ചു. അല്ലടി നീ എപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു, നമ്മുടെ പിള്ളേരെവിടെ, 3-4 പിള്ളേരെയൊക്കെ തന്നാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു കുഞ്ഞു മതിയെന്നും പറഞ്ഞ സച്ചി രേവതിയോട് പറഞ്ഞതും അപ്പുറത്ത് അച്ഛൻ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിന് രേവതി എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങളൊന്ന് അടങ്ങ്, എടി ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ രേവതി അവൻ്റെ വാ പൊത്തുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രേവതി നല്ല നാണത്തോടു കൂടി കിച്ചണിലേക്ക് പോവുക. എൻ്റെ പൊന്നോ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞ് അവൾ അടുക്കളയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്, അവർ ശരിക്കും അവരുടെ ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുക. ചന്ദ്രമതി ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്ന രേവതിയെ നോക്കിയിട്ട് ചേട്ടാ എന്നാലും ഇനി ഇവർ 2 പേരും കൂടെ ഒന്നായോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ ചായ ഇടുന്നതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാലും മധുരം ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ മധുരം കൂടുതലൊക്കെ ഇട്ടു. അങ്ങനെ ചന്ദ്രപതിക്കും രവിക്കും കൊണ്ടുപോയി രേവതി വളരെ സന്തോഷത്തോടു കൂടി ചായ കൊടുക്കുമ്പോൾ ഇവളെന്താ ഇന്ന് മുഴുവനും ഇളിച്ചുകൊണ്ടാണല്ലോ നിൽക്കുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ രേവതിയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ ചന്ദ്രയോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ചിരിച്ച് നാണത്തോടു കൂടി തന്നെ നിൽക്കുക. ഇന്ന് അമ്മ ചായ എന്നും പറഞ്ഞു കൊടുക്കുമ്പം ഇവിടെ എങ്ങാനും വെക്കെന്നും പറഞ്ഞ് ചന്ദ്ര ആ ചായ അങ്ങ് എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പം ഇതെന്താടി ഇതെന്താ ഇത് പായസമാണോ എന്ന് ചോദിക്കുക.
അല്ല പായസം അല്ലല്ലോ ചായയല്ലേ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് എത്രമാത്രം പഞ്ചസാരയാടി നീ വാരിയിട്ടത്, നീ എന്നെ കൊല്ലാനുള്ള പുറപ്പാടിലാണോ എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ അയ്യോ അല്ലല്ലോ അമ്മേ, ഞാൻ എല്ലാ ദിവസവും ഇടുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ, എന്താ അമ്മേ പ്രശ്നമെന്ന് ചോദിക്കുമ്പം രവി ആ ഒരു ചായ എടുത്ത് കുടിച്ചു. രവിക്ക് സംഭവം പിടികിട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോയിട്ട് അവനും അവിടെ എത്തി. അവനും ഒരു കപ്പ് കാപ്പി എടുത്ത് കുടിക്കുമ്പം അവനും കാര്യം പിടികിട്ടി. അപ്പം അമ്മ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രീകാന്ത് മധുരമാണെന്ന് പറയാൻ വന്നതും രവി പതുക്കെ നമ്മുടെ ശ്രീക്കിട്ടൊരു തട്ട് കൊടുത്തു. എന്നിട്ട് രവി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അയ്യേ അമ്മേ, ഇത് കറക്റ്റ് പഞ്ചസാര തന്നെയാ, ഒരു കുഴപ്പമില്ല, നല്ല ചായ കേട്ടോ ചേച്ചി എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പം ആഹാ, എന്നാ ഇവള് മനഃപൂർവ്വം എൻ്റെ ചായയിൽ പഞ്ചസാര കൂടുതൽ ഇട്ടതായിരിക്കും, ഞാൻ ഷുഗർ വന്ന് ചത്തുപോകാനല്ലേടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, അല്ലമ്മേ, ഞാൻ സത്യമായിട്ടും ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പം രവിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നമ്മുടെ ശ്രീകാന്തിനും കാര്യങ്ങളൊക്കെ അറിയാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയെ നോക്കിയിട്ട് നമ്മുടെ രവി പറയുകയാണ്, അപ്പൊ അത് തന്നെ, ഇവൾക്ക് അത് പിടിപെട്ടു. ചന്ദ്ര ഏതാണ്ട് മാറാരോഗം വന്നതുപോലെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രയ്ക്ക് ഷുഗർ പിടിച്ചു എന്നുള്ള രീതിയിലാണ് രവിയും ശ്രീകാന്തും ഒക്കെ സംസാരിച്ചു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. ഇനി എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും വളരെയധികം അടുപ്പത്തിലായിരിക്കും എന്നുള്ള ആ ഒരു വിഷ്വൽസും നല്ലൊരു സൂചനയും ഒക്കെ തന്നുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്